ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. മല്ലാത്ത് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഒരു നാടൻ വിഭവം, കപ്പ മെഴുക്കു പുരട്ടി. അതിന് വേണ്ടിയിട്ട് അത് എന്താണ് അങ്ങനെ പറഞ്ഞാൽ, ഇത് കപ്പ, നമ്മളെ നാടൻ കപ്പ 1 കിലോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈസി ആയിട്ടുള്ളതാണ്, വേറെ ഒരു ഇതും അതിന് ഇൻഗ്രീഡിയൻസ് ആവശ്യമില്ല. ഉണക്കമുളകും പിന്നെ ചെറിയ ഉള്ളി, സാമ്പാർ ഉള്ളി, ഇത്രേ ആവശ്യമുള്ളൂ. ഇതാണ് കപ്പ മെഴുക്കു പുരട്ടിക്ക് വേണ്ട ചേരുവകൾ. ഇനിയിപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കപ്പയെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അപ്പം ഞാൻ കപ്പ ചെറുതായിട്ട് നല്ലപോലെ അരിഞ്ഞ് വൃത്തിയായിട്ട് കഴുകി വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ നല്ലപോലെ ഒരു 2 വിസിലിട്ടിട്ട് നല്ലപോലെ കുക്കറിൽ വേവിച്ചെടുക്കാം. അതിനായിട്ട് നമുക്ക് ഇത് മുങ്ങണം എത്ര വെള്ളം ഒഴിക്കാം. ഇപ്പം മുങ്ങണ വരയ്ക്കുള്ള വെള്ളം ഒഴിച്ചു. ആവശ്യത്തിന് ഉപ്പും ലേശം മഞ്ഞൾപ്പൊടി ഇടാം. ഇനി സ്റ്റൗ കത്തിച്ചിട്ട് വെച്ചിട്ട് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. വേപ്പർ വന്ന ഉടനെ വിസിലിട്ട് കൊടുക്കാം. A few minutes later. നമുക്ക് വെന്തോന്ന് നോക്കാം. 2 വിസിൽ വന്നു. വെന്തോന്ന് നോക്കാം നമുക്ക്. അപ്പം നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. മെഴുക്ക് പുരട്ടി ആയതുകൊണ്ട് ഒരുപാട് കുഴയാൻ പാടില്ല. വെന്തിട്ടുണ്ട്. നമുക്കിത് കോരി വേറെ പാത്രത്തിലേക്ക് ആക്കാം. ഇനി ഞാൻ മെഴുക്ക് പുരട്ടാൻ വേണ്ടിയിട്ടുള്ളത് കുറച്ച് ഒരു 15 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ചതയ്ക്കാനാണ്, ചതച്ചിട്ട് വേണം എണ്ണയിൽ മൂപ്പിക്കാൻ. ഇപ്പോൾ ഒരു 15 ഉണക്കമുളക്, പിന്നെ ഒരു ചെറിയ, ഇതിന് മെയിനായിട്ട് സാമ്പാർ ഉള്ളിയാണ് വേണ്ടത്, അതുകൊണ്ട് അതൊരു 15 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ചതയ്ക്കാം നമുക്ക് മിക്സി ജാറിലിട്ടിട്ട്. ഇപ്പം അത് നല്ലപോലെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചീഞ്ചട്ടി വെച്ചിട്ട് ചൂടാക്കിയിട്ട് കടുക് പൊട്ടിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായ ഉടനെ കടുകിട്ട് കൊടുക്കാം. കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇതിട്ട് കൊടുക്കാം. ചതച്ച് വെച്ച ഉള്ളിയും മുളകും നല്ലപോലെ മൂത്തതിൻ്റെ ശേഷം കപ്പ ഇട്ട് കൊടുക്കാം.
വെളിച്ചെണ്ണയിൽ നല്ലപോലെ മൂക്കണം, കരിയരുത്. കപ്പ ഇട്ട് കൊടുക്കാം. നല്ല ഇളക്കി കൊടുക്കാം. ഞാൻ ആദ്യം തന്നെ ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ലൈറ്റായിട്ടൊന്ന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാം. ഏക്കെ ആദ്യം തന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കാം. നാടൻ കപ്പ മെഴുക്ക് പുരട്ടി റെഡിയായിട്ടുണ്ട്. നല്ലൊരിതാണ്, ചായക്ക് കഴിക്കാൻ നന്നായിട്ടുണ്ടാവും. 4 മണി പലഹാരം. ഇത് നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കൂ. ചെയ്തിട്ട് എനിക്ക് കമൻറ്റ്സ് അറിയിക്കൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ നല്ലൊരു അടിപൊളി കപ്പ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കും. ഇനി അടുത്തൊരു വിഭവമായി അടുത്തതിൽ കാണാം. താങ്ക് യു.